ഈ സ്കോളിയോസിസ് ഒരു കൃത്യസമയത്ത് ഒരു ചികിത്സ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിനെന്ത് ഒരു കോംപ്ലിക്കേഷൻസ് എന്തായിരിക്കും ഉണ്ടാവുന്നത്? ബേസിക്കലി അക്കോർഡിംഗ് ടു ടെക്സ്റ്റ് ബുക്സ് ഇത് ബേസിക്കലി ഒരു കോസ്മെറ്റിക് പ്രോബ്ലം പോലെയാണ് കണ്ടുവരുന്നത്, കോസ്മെറ്റിക് വിഭാഗത്തിൽപ്പെടുന്നതാണ്. പക്ഷേ അതിനുപരി ഒരു സിവിയർ സ്കോളിയോസിലൊക്കെ ലങ്സ് കോംപ്രമൈസ്ഡ് ആവും, നമ്മുടെ ലങ്സിൻ്റെ കപ്പാസിറ്റി ഭയങ്കരമായിട്ട് കോംപ്രമൈസ്ഡ് ആവുന്നുണ്ട്. ചൈൽഡ്ഹുഡിൽ തന്നെ ഈ ലങ്സിൻ്റെ ആൽവിയോളെ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്, അതൊന്നും പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരാറുണ്ട്. പക്ഷേ ഇത് ബേസിക്കലി ഒരു കോസ്മെറ്റിക് പ്രോബ്ലം തന്നെയാണ്. പ്രത്യേകിച്ചും പെൺകുട്ടികൾക്കായതുകൊണ്ടും അവർക്കൊരു സൊസൈറ്റിയിൽ ഇടപെടാനുള്ളൊരു ബുദ്ധിമുട്ടും ഇതൊക്കെ ഉണ്ട്. ചെറിയ കർവുകൾക്കൊന്നും അത്ര പ്രശ്നം ഉണ്ടാവില്ല, പക്ഷേ ഒരു വലിയ കർവാകുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നോട്ടീസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അത് ഒരു കോസ്മെറ്റിക് പ്രോബ്ലം ആയിട്ടാണ് ബേസിക്കലി കണ്ടുവരുന്നത്. പക്ഷേ ചിലപ്പോൾ ഭാവിയിൽ നടുവേദന ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ലങ്സിൻ്റെ പ്രശ്നമൊന്നും അത്ര ഒരു സിവിയർ ആയിട്ടുണ്ടാവില്ലെങ്കിലും വളരെ അപൂർവ ആൾക്കാർക്ക് ലങ്സ് കോംപ്രമൈസ്ഡ് ആവാറുണ്ട്. ഇത്രയൊക്കെയാണ് അതിൽ നമ്മളൊരു കോസ്മെറ്റിക്കിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു പ്രശ്നങ്ങൾ വരുന്നത്. ബേസിക്കലി സ്കോളിയോസ് ഒരു കോസ്മെറ്റിക് പ്രോബ്ലം തന്നെയാണ്. ഡോക്ടർ ആദ്യം പറഞ്ഞു ഡിസ്കിലുണ്ടാവുന്ന പ്രശ്നങ്ങളെ പറ്റി. സാധാരണ ഈ ഡിസ്ക് തകരാറുകൾ ആർക്കാണ് കാണപ്പെടുന്നത്? ഡിസ്ക് നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് ഒരു യങ്ങർ ഏജ് ഗ്രൂപ്പിലാണ്. നമ്മുടെ ഒരു വിശ്വാസം ഇത് കൂടുതലും വയസ്സായ ആൾക്കാരിലാണ്. പക്ഷേ ഡിസ്കിൻ്റെ ഇഷ്യൂ കൂടുതലും കാണുന്ന ഒരു 20 to 40 yearsലാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന് നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. ഒരുപാട് ബൈക്ക് യൂസ് ചെയ്യുക, എന്തെങ്കിലും സ്പോർട്സ് ആക്ടിവിറ്റീസ് ഓവറായിട്ട് ചെയ്യുക, അതുപോലെ വെയ്റ്റ് ലിഫ്റ്റിംഗ്. ഇതുകൊണ്ട് തന്നെ ഡിസ്ക് പ്രൊലാപ്സ് വരാറുണ്ട്. ഇതൊന്നുമില്ലാതെയും ചിലർക്ക് ഡിസ്ക് പ്രൊലാപ്സ് ഉണ്ടാവാറുണ്ട്. അതിന് പ്രത്യേകിച്ച് ഒരു പിന്നെ ജെനറ്റിക്കായിട്ട് ഫാമിലിയിൽ ഒരാൾക്കുണ്ടെങ്കിൽ ഇത് കോമൺ ആണ്. അടുത്ത ജനറേഷന് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഡിസ്ക് പ്രോബ്ലത്തിൻ്റെ മെയിൻ പ്രശ്നം ബാക്ക് പെയിൻ മാത്രമല്ല, കൂടാതെ കാലിലേക്കും വേദന വ്യാപിക്കാറുണ്ട് ഡിസ്കിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ബാക്ക് പെയിൻ ഒന്നാണ്. രണ്ടാമത്തെ ഒരു ഇഷ്യൂ കാലിലേക്ക് വരുന്ന ഞരമ്പുകൾ, അതായത് സ്പൈനൽ കോഡിൽ നിന്ന് നമ്മുടെ കാലുകളിലേക്ക് വരുന്ന ഞരമ്പുകൾക്ക് ഈ ഡിസ്ക് ഒന്ന് അമർന്നിരിക്കുന്നുണ്ടാകുന്ന ലക്ഷണങ്ങൾ, അത് പ്രത്യേകിച്ചും മരവിപ്പ്, കട്ടുകഴപ്പ്, അതുപോലെ കാലിലേക്ക് ഒരു ഡ്രാഗിങ് പെയിൻ, ഇതുപോലുള്ള സിംറ്റംസ് ആയിട്ടാണ് മിക്കവരും വരുന്നത്. ഒരു സ്പെസിഫിക് ആയിട്ടൊരു പെയിൻ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഇറ്റ്സ് എ ഡിസ്കംഫർട്ട് ഫോർ ദം. അവർക്ക് തന്നെ പറയാൻ പറ്റില്ല ഇതെന്താണ് പ്രശ്നം എന്നുള്ളത്. അവർ കാലിന് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ എന്ന രീതിയിലാണ് വരുന്നത്. ഈ ഡിസ്ക് തകരാറിന് സാധാരണയായിട്ട് എല്ലാ കേസിലും ഒരു സർജറി ആവശ്യം വരാറുണ്ടോ ഡോക്ടർ? ഇല്ല, എല്ലാ ഡിസ്ക് കേസിനും സർജറിയുടെ ആവശ്യം വരാറില്ല. ഇപ്പോൾ നമ്മളൊരു പേഷ്യൻ്റ് ആദ്യമായിട്ട് ഇങ്ങനൊരു കംപ്ലയിൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കൺസർവേറ്റീവ്, അത് മെഡിക്കൽ മാനേജ്മെൻറ്റ് ചെയ്യാറുണ്ട്. മെഡിക്കൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് റെസ്റ്റ്, പറഞ്ഞ പോലെ ട്രാക്ഷൻ, മരുന്നുകൾ ഇത് കൊടുത്ത് നോക്കാറുണ്ട്. സാധാരണ യൂഷ്വലി ചെയ്യുന്നൊരു 6 ആഴ്ചത്തെ ട്രയലാണ് നമ്മൾ കൺസർവേറ്റീവ് മാനേജ് എന്ന് പറയുന്നത്. വിത്ത് റെസ്റ്റ്, മെഡിസിൻ. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് നമ്മൾ ചെയ്യാറില്ല. ആദ്യത്തെ പെയിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി അനുസരിച്ചാണ്. പെയിൻ കൂടിയ സമയത്ത് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് കൊടുത്തതിന് ശേഷം പിന്നെ പതുക്കെ അത് ആളെ മൊബിലൈസ് ചെയ്യുക ചെയ്യുന്നത് പേഷ്യൻറ്റിനെ. അപ്പോൾ ആസ് സൂൺ ആസ് പേഷ്യൻ്റ് ഈസ് കംഫർട്ടബിൾ നമ്മൾ ഒരു ബാക്ക് ടു ആക്ടിവിറ്റീസിലേക്ക് എൻകറേജ് ചെയ്യാറുണ്ട്. പിന്നെ ഇത് ഈ 6 ആഴ്ചത്തെ ട്രയൽ എന്ന് പറയുമ്പോൾ കുറച്ച് മരുന്നുകളുണ്ട്. പിന്നെ അവരുടെ അടുത്ത് അതുപോലെ 2 വീലറിലെ യാത്ര, ഹെവി ആക്ടിവിറ്റീസ് ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറയുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ സ്റ്റേജ് ചിലർക്ക് ഈ പെയിൻ ക്രോണിക്കായിട്ട് നിൽക്കാറുണ്ട്. അതായത് നമ്മൾ ഇതൊക്കെ ചെയ്താലും ഒരു 3 മാസത്തിൽ കൂടുതൽ പെയിൻ നിൽക്കുക, അതുപോലെ കാലിലേക്ക് ശക്തിയായ മരവിപ്പ് വരിക, ബലക്കുറവുണ്ടാവുക. ഈ അവസരത്തിലൊക്കെയാണ് നമ്മൾ ഒരു എമർജൻസി ആയിട്ട് സർജറി എന്ന് പറയുന്ന ലക്ഷണം. എമർജൻസി ആയിട്ട് സർജറി പറയുന്ന കാരണങ്ങൾ ഒന്ന്, നമ്മൾ ഈ മെഡിക്കൽ കൺസർവേറ്റീവ് മാനേജ്മെൻറ്റ് കൊടുക്കുമ്പോഴും ലക്ഷണങ്ങൾ നിൽക്കാതിരിക്കുക, അല്ലെങ്കിൽ അത് കൂടി വരിക, അതുപോലെ കാലിലേക്ക് ബലക്കുറവുണ്ടാവുക, അതുപോലെ അറിയാതെ മൂത്രം അറിയാതെ പോവുക, ബ്ലാഡർ ഇൻകോണ്ടിനൻസ്, ഈ ഒരു അവസ്ഥയൊക്കെ എമർജൻസി തന്നെയാണ്. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു എമർജൻസി സർജറിയിലോട്ട് നമ്മൾ പോകുമ്പോൾ എന്തൊക്കെ ഒരു റിസ്ക് ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാ രോഗികൾക്കും ഈ ഒരു എമർജൻസി സർജറി ചെയ്യാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഏതൊക്കെ ഒരു കണ്ടീഷൻസ് ആണ് അതിന് നോക്കുന്നത്? എമർജൻസി സർജറിക്ക് എപ്പോഴും അതിൻ്റെ റിസ്ക് ഉണ്ട്. നമ്മളൊരു എലക്റ്റീവ് സർജറി എന്നും എമർജൻസി സർജറി എന്നും 2 വ്യത്യാസമാണ്. എമർജൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഡൺ ആസ് എമർജൻസി പ്രൊസീജിയർ. അപ്പോൾ അതിൻ്റേതായ റിസ്ക് ഉണ്ട്. പേഷ്യൻ്റെ മെഡിക്കൽ കണ്ടീഷനൊന്നും ചിലപ്പോൾ നമുക്ക് അതിനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റില്ല. പലർക്കും ചിലപ്പോൾ വേറെ എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ, ഇപ്പോൾ സപ്പോസ് ഡയബറ്റിക് ആണ്, വേറെ കാർഡിയാക് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ എമർജൻസി സിറ്റുവേഷൻ നമുക്ക് ഇതിനൊന്നും ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ട് നമുക്ക് സർജറി ചെയ്യാൻ പറ്റില്ല. അതാണ് സർജറി എപ്പോഴും ചെയ്യുന്ന എമർജൻസി ആയാലും ഇലക്റ്റീവ് ആയാലും സെയിം പ്രൊസീജിയർ തന്നെ. നമ്മൾ വി ആർ ഡീകംപ്രസിംഗ് ദി നെയർ റൂട്ട്. നമ്മൾ ഡിസ്ക് സ്പേസിലേക്ക് പോയിട്ട് ഈ അമർന്നിരിക്കുന്ന ഞരമ്പിനെ ഫ്രീ ആക്കി വിടുന്നൊരു ശസ്ത്രക്രിയയാണ് ചെയ്യുന്നത്.
അതിപ്പോൾ എമർജൻസി ആയാലും എലക്റ്റീവ് ആയാലും. പക്ഷേ എമർജൻസി ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ പേഷ്യൻ്റെ ബാക്കിയുള്ള മെഡിക്കൽ കണ്ടീഷൻ, ഈ പറഞ്ഞ പോലെ കാർഡിയാക് പ്രോബ്ലം, ചിലപ്പോൾ കിഡ്നി ഫംഗ്ഷൻ്റെ പ്രശ്നങ്ങൾ, ഇതൊന്നും നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്ത് നമുക്ക് ചെയ്യാനുള്ള സമയമില്ല. അതാണ് ഇതിൽ നമ്മൾ വ്യത്യാസം. സാധാരണ ഇങ്ങനെ ഒരു മേജർ സർജറിക്ക് ശേഷം ഈ രോഗി എത്ര നാളൊരു വിശ്രമം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എത്ര നാളത്തേക്കാണ് വേണ്ടത്? സ്പൈനൽ സർജറികൾ നമുക്ക് രണ്ട് രീതിയിൽ തിരിക്കാം. ഒന്ന് ബേസിക്കലി ഡീകംപ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഞരമ്പിനെ നമ്മൾ അമർന്നിരിക്കുന്ന സാധനങ്ങളിൽ നിന്നും ഞരമ്പെന്ന് പറയുമ്പോൾ ഞരമ്പെന്ന് പറഞ്ഞാൽ നെർവാണ് ശരിക്കും. നമ്മൾ രക്തക്കുഴലോ അല്ലെങ്കിൽ ടെൻഡനോ അല്ല, ഇറ്റ്സ് എ നെയർ റൂട്ട്. ആ റൂട്ടിനെ നമ്മൾ ബേസിക്കലി ഫ്രീ ആക്കി എടുക്കുന്ന ഒരു ശസ്ത്രക്രിയയാണ്. അത് മൈക്രോ ലംബാർ ഡിസ്കെക്ടമിയാണ് ചെയ്യുന്നത്. മൈക്രോ ലംബാർ ഡിസ്കെക്ടമി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ചെറിയ ഇൻസിഷന് കൂടെ മൈക്രോസ്കോപ്പ് വെച്ച് ചെയ്യുന്ന ഒരു ശസ്ത്രക്രിയയാണ്. ആ ശസ്ത്രക്രിയ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ പേഷ്യൻറ്റിന് യാതൊരു പ്രശ്നവും കൂടാതെ നടക്കാം. സർജിക്കൽ പെയിൻ, അതായത് നമ്മൾ സർജറി ചെയ്യുന്ന വേദന ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ നമ്മൾ എന്ത് ചെറിയ സർജറി ചെയ്താലും ആ സർജറി റിലേറ്റഡ് ഒരു പെയിൻ ഉണ്ടാവും. നമ്മൾ ഇത്രയും ടിഷ്യൂ റിട്രാക്റ്റ് ഒക്കെ ചെയ്യുന്നതിൻ്റെ വേദന ഉണ്ടാവും. ആ വേദന അല്ലാതെ സർജറി കൊണ്ട് റിലേറ്റഡ് വേദന വളരെ അപൂർവമായിരിക്കും. പ്രത്യേകിച്ചും ചെയ്ത് പിറ്റേ ദിവസം അല്ലെങ്കിൽ 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ കാലിലേക്കുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് ഞരമ്പ് ഫ്രീ ആയി കഴിയുമ്പോൾ കാലിലേക്കുള്ള മരവിപ്പ്, കട്ടുകഴപ്പ്, ഇതിനൊക്കെ വളരെ ആശ്വാസം കിട്ടും. പക്ഷേ സർജറി ചെയ്ത ഭാഗത്ത് നടുവിന് ഒരു 2 ആഴ്ചത്തേക്ക് വൂണ്ട് ഹീലാവുന്നവരെ, മുറിവ് കരിയുന്നവരെ വേദന ഉണ്ടാവുന്നതാണ്. പിന്നെ ഒരു ഇരുന്നുള്ള ജോലികളാണ് അധികം ഹെവി ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ ഒരു സ്റ്റിച്ച് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ജോലിക്ക് തിരിച്ചു പോകുന്നതാണ്. ഹെവി ആക്ടിവിറ്റീസ്, അതായത് ഇപ്പോൾ ഒരു മാനുവൽ ലേബർ അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മളൊരു 6 വീക്സ് അഡ്വൈസ് ചെയ്യാറുണ്ട്. അതിനർത്ഥം അവർ ബെഡ് റെസ്റ്റ് എടുക്കണമെന്നില്ല. അവർക്ക് ദേ ക്യാൻ ഡു ദെയർ ഓൺ ആക്ടിവിറ്റീസ്, ദേ ക്യാൻ ഡു എവറിത്തിങ് ദെയർ ഓൺ. They don't have to depend anyone else. അവർക്ക് ആരെയും ആശ്രയിക്കാതെ തന്നെ അവരുടെ കാര്യങ്ങൾ ചെയ്യാം. വ്യായാമം പോലുള്ള കാര്യങ്ങളൊക്കെ ഈ സമയത്ത് ചെയ്യാൻ സാധിക്കും. വ്യായാമം പോലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യിക്കുന്നത് ഈ സർജിക്കൽ പെയിൻ, അതായത് വൂണ്ടിൻ്റെ പെയിനൊക്കെ കുറഞ്ഞതിന് ശേഷം നമ്മൾ അഡ്വൈസ് ചെയ്യാറുള്ളൂ. പിന്നെ രണ്ടാമത്തെ സർജറി ഫ്യൂഷനാണ്. ഫ്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ബാക്ക് പെയിൻ കൂടി ഉണ്ടെങ്കിൽ, നടുവേദനയോടൊപ്പം കാലിൻ്റെ വേദന ഉണ്ടെങ്കിലാണ് നമ്മൾ ഫ്യൂഷൻ ചെയ്യുന്നത്. അത് നടുവിൽ സ്ക്രൂ ഇട്ടതിന് ശേഷം നമ്മൾ ഉറപ്പിക്കുന്നൊരു പ്രക്രിയയാണ്. അത് കുറച്ചുകൂടെ എക്സ്റ്റെൻസീവ് സർജറിയാണ്, കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു 2 months റെസ്റ്റ് അഡ്വൈസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ബെഡ് റെസ്റ്റ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, ആക്ടിവിറ്റീസ് ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്യാന്നുള്ളത് ഉദ്ദേശിക്കുന്നുള്ളൂ. ലോങ് ജേർണി, അതുപോലെ ഹെവി ആക്ടിവിറ്റീസ്, ഇതൊക്കെ നമ്മൾ ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്യാറുണ്ട്. സാധാരണ ഈ നട്ടെല്ലിന് ഏൽക്കുന്ന ക്ഷതങ്ങളെ നമ്മൾ കേൾക്കാറുണ്ട്. എന്തൊക്കെയാണ് അതിനകത്ത് ഉൾപ്പെടുന്നത് ഡോക്ടർ? ഇത് മെയിനായിട്ട് മോളിൽ നിന്ന് വീഴുമ്പോഴുള്ള പരിക്കുകളാണ് ഈ നട്ടെല്ലിനുണ്ടാകുന്ന പരിക്കുകൾ. അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഈ തൊറാക്കോ ലംബാർ സ്പൈൻ എന്ന് പറയുന്ന റീജിയനാണ്. തൊറാക്കോ ലംബാർ സ്പൈൻ എന്ന് പറയുന്നത് നമ്മുടെ നട്ടെല്ലുകളുടെ ഏറ്റവും അടിഭാഗം, അതിന് തൊട്ടുമുമ്പുള്ള ഭാഗം ചേരുന്ന ഒരു ഭാഗമാണ്. ആ ഭാഗത്തെ ഫ്രാക്ചറാണ് നമ്മൾ കൂടുതലും കണ്ടുവരുന്നത്. നട്ടലിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഈ ഒടിവുകൾ സംഭവിക്കാം. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത് ഇതാണ്. അത് തന്നെ അൺസ്റ്റേബിൾ ഫ്രാക്ചർ, അതായത് അൺസ്റ്റേബിൾ ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ രീതിയിൽ റെസ്റ്റ് കൊണ്ടോ അല്ലെങ്കിൽ മരുന്ന് കൊണ്ടോ ചികിത്സിക്കാൻ പറ്റാത്ത ഫ്രാക്ചറുകൾ. അങ്ങനത്തെ ഫ്രാക്ചറുണ്ട്. സ്റ്റേബിൾ ഫ്രാക്ചർ, അതായത് നമുക്ക് റെസ്റ്റ് കൊണ്ടും മരുന്ന് കൊണ്ടും ചികിത്സിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പരിക്കുകൾ. ഇങ്ങനെയാണ് അതിനെ നമ്മളൊരു ജനറൽ ഡിവിഷൻ എന്ന് പറയുന്നത്. അൺസ്റ്റേബിൾ ഫ്രാക്ചർ നമ്മൾ സർജറി ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്യുക വേണം. പ്രത്യേകിച്ചും നമ്മൾ ഭാവിയിലേക്ക്, ഇപ്പോൾ വീഴുന്ന ഒരാൾക്ക് അപ്പം തന്നെ കാലിലേക്ക് മരവിപ്പോ അല്ലെങ്കിൽ തളർച്ച ഉണ്ടാവണമെന്നില്ല. പക്ഷേ ചില അൺസ്റ്റേബിൾ ഫ്രാക്ചർ നമ്മൾ ഭാവിയിൽ ഇയാൾക്ക് ഈ പരിക്ക് പറ്റിയതിൻ്റെ താഴത്തെ ഭാഗം തളർന്നു പോകാൻ ഒരു സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഫ്രാക്ചറുകൾ നമ്മൾ സ്റ്റെബിലൈസ് ചെയ്യുന്നതുകൊണ്ട് ഭാവിയിലേക്കുള്ള കോംപ്ലിക്കേഷൻ ഒഴിവാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ പേഷ്യൻറ്റിനെ നമുക്ക് നേരത്തെ തന്നെ മൊബിലൈസ് ചെയ്യാം. സാധാരണ ഒരു ഇമ്മൊബിലൈസേഷൻ, അതായത് ബെഡ് റെസ്റ്റ് നമ്മൾ 6 ആഴ്ചയാണ് പറയുന്നത്. പക്ഷേ ഈ ഫ്രാക്ചർ ഫിക്സ് ചെയ്യുന്നതുകൊണ്ട് ആൾക്കൊരു ഒരാഴ്ച കൊണ്ട് തന്നെ പയ്യണിച്ച് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പരസഹായം കൂടാതെ ചെയ്തു തുടങ്ങാം. പിന്നെ ഇപ്പോൾ ചിലർ വീഴ്ചയിൽ തന്നെ ചിലപ്പോൾ കാല് തളർന്നു പോകുന്നവരുണ്ട്. കാലിന് ഫുൾ വീക്ക്നെസ് അല്ലാതെ പാർഷ്യൽ വീക്ക്നെസ് പറ്റുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്കും ഇത് സ്റ്റെബിലൈസ് ചെയ്യുന്നതുകൊണ്ട് നല്ലതാണ്. കാരണം നമുക്ക് ഫിസിയോതെറാപ്പി എയർലി സ്റ്റാർട്ട് ചെയ്യാം. ഈ സ്പൈനൽ കോഡ് റിക്കവർ ചെയ്ത് വരാനുള്ള സാധ്യതയും അതോടൊപ്പം തന്നെ സ്റ്റെബിലൈസേഷൻ കൊണ്ട് കൂടുതലാണ്. ഇപ്പോൾ സ്പൈനൽ കോഡിലൊരു പരിക്ക് നമുക്ക് ഡയറക്റ്റ് സ്പൈനൽ കോഡിൽ ഒരു സർജറി ചെയ്യാൻ പറ്റില്ല. ബട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്പൈനൽ കോഡിലേക്ക് വന്ന് അമർന്നിരിക്കുന്ന സാധനങ്ങൾ, അല്ലെങ്കിൽ സ്പൈനൽ കോഡ് ചുരുങ്ങിപ്പോയ ഭാഗം നമ്മൾ അതിനാവശ്യമായ സ്പേസ് ഉണ്ടാക്കി കൊടുക്കാനാണ് ചെയ്യുന്നത്. സ്പൈനൽ കോഡ് റിക്കവർ ചെയ്ത് പഴയ അവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളത് അതിൻ്റെ ഒരു സ്പൈനൽ കോഡിന് മാത്രം കഴിയുന്നൊരു പ്രത്യേകതയാണ്. അത് എത്രത്തോളം റിക്കവർ ചെയ്യും എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എത്ര ഇൻവെസ്റ്റിഗേഷൻ ചെയ്താലും നമുക്ക് ഇത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ വി ആർ ഡൂയിങ് എ സർജറി
ടു ഫേവർ സ്പൈനൽ കോഡ് റിക്കവറി. അപ്പോൾ അത് റിക്കവർ ചെയ്യാന്നുള്ളത് ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ഒന്ന് ചോദിക്കുകയാണ്, ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പൂർണ്ണമായും പഴയതുപോലെ നടക്കുമെന്ന് വെച്ചാൽ നമുക്കത് ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ വി ഹോപ്പ് ഇറ്റ് വിൽ റിക്കവർ ചെയ്തവരുണ്ട്, അതേ സ്റ്റേജിൽ നിൽക്കുന്നവരുണ്ട്. പക്ഷേ ഒരിക്കലും ഒരാൾ മോശമാവാറില്ല, ഉള്ള അവസ്ഥയെക്കാളും മോശമാവുന്നില്ല. ചിലർ കംപ്ലീറ്റ് റിക്കവറി കിട്ടിയവരുണ്ട്. പക്ഷേ ഒരു യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഔട്ട്കം മിക്കവർക്കും നമ്മൾ കാണാറുണ്ട്. സ്പൈനൽ കോഡ് സ്റ്റെബിലൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കാല് പൂർണ്ണമായിട്ട് തളർന്ന് പോയവരാണെങ്കിൽ പോലും വീൽ ചെയറിലിരുന്ന് സ്വന്തമായിട്ട് വീൽ ചെയറൊക്കെ ഓപ്പറേറ്റ് ചെയ്ത് പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരുടെ ഒരു ലൈഫിൽ കുറച്ചുകൂടെ ബെറ്റർ ലൈഫ് കൊടുക്കാൻ നമുക്ക് സാധിക്കും. സാധാരണ ഇങ്ങനെയുള്ള സർജറികളിലൊരു ഹൈ റിസ്ക് കൺസെൻറ്റ് സാധാരണയായിട്ട് നമ്മൾ കേൾക്കാറുണ്ട്. ഏതൊക്കെ അവസ്ഥയിലാണ് അങ്ങനെ ഒരു രോഗികളുടെ ബന്ധുക്കളുടെ ഒരു സമ്മതപത്രം അങ്ങനെ വാങ്ങേണ്ട അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്? ഹൈ റിസ്ക് കൺസെൻറ്റ് ബേസിക്കലി ഈ സ്പൈനൽ കോഡ് ഇഞ്ചറി അല്ലെങ്കിൽ ഇപ്പോൾ സർവൈക്കൽ സ്പൈൻ ഇഞ്ചറി, ഇതിലൊക്കെ നമ്മൾ സാധാരണ ഹൈ റിസ്ക് കൺസെൻറ്റ് എടുക്കാറുണ്ട്. ഇതിന് ഈ നട്ടലിൻ്റെ പരിക്കിനൊപ്പം ചിലപ്പോൾ റിബ് ഫ്രാക്ചറുകൾ, ലങ് കൺഡ്യൂഷൻ, ഹെഡ് ഇഞ്ചറി, പെൽവിക് ഇഞ്ചറി, ഇതൊക്കെ ഇതിനോട് അസോസിയേറ്റ് വരുന്നൊരു സാധനങ്ങളാണ്. ഒരു വെർട്ടിബ്രൽ ഫ്രാക്ചർ മാത്രമേ ഉള്ളൂവെങ്കിൽ അത്ര റിസ്ക് ഇല്ല. പക്ഷേ ഒരു മുകളിൽ നിന്ന് വീഴുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു മോട്ടോർ ആക്സിഡൻറ്റ് പറ്റുന്ന ഒരാൾക്ക് ഇത് മാത്രമേ ആവണമെന്നില്ല. ദ ക്യാൻ ഹാവ് ഇപ്പോൾ ചെസ്റ്റ് ഇഞ്ചറി ഉണ്ടാവാം, പെൽവിക് ഇഞ്ചറി, അതുപോലെ അബ്ഡോമിനൽ വോൾ ഇഞ്ചറി. അപ്പം ഒരു മൾട്ടി ഓർഗൻ ഇഞ്ചറി വരുമ്പോഴാണ് നമ്മൾ ശരിക്കും ഒരു ഹൈ റിസ്ക് കൺസെൻറ്റിലേക്ക് പോകുന്നത്. കാരണം പേഷ്യൻ്റ് എത്രമാത്രം ഇത് റിക്കവർ ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഓരോ സിസ്റ്റം മാത്രമല്ല, മൾട്ടി ഓർഗൻ ഇഞ്ചറിയാണിത്. ഒരു മൾട്ടി ഓർഗൻ ഒരു ടീം വർക്കിൻ്റെ ഒരു ഫലമാണ് ഇതിൻ്റെ റിക്കവറി. പക്ഷേ പേഷ്യൻ്റ് ഏത് നിമിഷം എങ്ങനെ ഇത് റെസ്പോണ്ട് ചെയ്യുന്നത് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു അവസ്ഥയിലാണ് ശരിക്കും ഹൈ റിസ്ക് ഇഞ്ചറി നമ്മൾ എടുക്കുന്നത്. ഓക്കെ ഡോക്ടർ, മിനിമലി ഇൻവേസീവ് തൊറാസിക് സർജറി എന്ന് പല സ്ഥലങ്ങളിൽ കേട്ടിട്ടുണ്ട്. എന്താണ് അതിനെപ്പറ്റി ഒന്ന് പറയാമോ ഡോക്ടർ? ബേസിക്കലി ഒന്ന് എൻഡോസ്കോപ്പിക് സർജറിയാണ്. എൻഡോസ്കോപ്പിക് സർജറി എന്ന് പറയുന്നത് നമ്മളൊരു ക്യാമറ ഡിസ്കിൻ്റെ സ്ഥലത്തേക്ക് കടത്തി. ഇപ്പോൾ ഇവിടെ ഇന്ത്യയിൽ കോമൺ ആയിട്ടുള്ള എൻഡോസ്കോപ്പിക് ഡിസ്ക് സർജറിയാണ്. അതും വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ ചെയ്യുന്നുള്ളൂ. ഒരു എൻഡോസ്കോപ്പ്, ഒരു ക്യാമറ, ഇപ്പോൾ നമ്മൾ ഈ മുട്ടിലൊക്കെ ആർത്രോസ്കോപ്പ് എന്ന് പറയുന്ന പോലെ ഒരു ഒരു എൻഡോസ്കോപ്പ് ഉണ്ട്. അത് നമ്മൾ ആ ഡിസ്കിൻ്റെ സ്പേസിലേക്ക് ഉണ്ട്, അതിൽ കൂടെ തന്നെ ഡിസ്ക് എടുത്ത് മാറ്റുന്നൊരു ശസ്ത്രക്രിയയാണത്. അതോടൊപ്പം തന്നെ നമ്മൾ വേറെ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഡൈലേറ്റർ വെച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരു ചെറിയ ഇൻസിഷൻ കൂടെ സീരിയൽ ഡൈലേറ്റർ കയറ്റി അതിൽ കൂടെ ഡിസ്ക് എടുക്കുന്ന ഒരു ശസ്ത്രക്രിയയുണ്ട്. മൂന്നാമത്തെയാണ് മൈക്രോ ലംബാർ ഡിസ്കെക്ടമി. അപ്പോൾ പഠനങ്ങളൊക്കെ തെളിയിക്കുന്നത് മൈക്രോ ലംബാർ ഡിസ്കെക്ടമി ഈ സുപ്പീരിയർ ടു അതർ ടു പ്രൊസീജിയർ. കാരണം മൈക്രോ ലംബാർ ഡിസ്കെക്ടമി ഇത് വളരെ വർഷങ്ങളായിട്ട് ചെയ്യുന്നൊരു പ്രൊസീജിയറാണ്. മറ്റേ രണ്ടും റീസെൻ്റ് അഡ്വാൻസ് ആണ്. പക്ഷേ ഇത് ഇപ്പോൾ ഒരു റീസെൻറ്റ് അഡ്വാൻസ് എന്നുള്ള രീതിയിലാണെങ്കിലും ഒന്നാമത്തെ ട്രെയിനിങ് കിട്ടിയ ആളുകൾ കുറവാണ്. ലേണിംഗ് കർവ് ഭയങ്കരമാണ്. എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറിയുടെ ലേണിംഗ് കർവ് കുറച്ചുകൂടെ കൂടുതലാണ് മൈക്രോ ലംബാർ ഡിസ്കെക്ടമിയേക്കാളും. മൈക്രോ ലംബാർ ഡിസ്കെക്ടമി ടൈം പ്രൂവൺ പ്രൊസീജിയറാണ്. മറ്റേത് രണ്ടും ഒരു ഡോക്ടറെ ട്രെയിനിങ് പോലെ ഇരിക്കും. അതുപോലെ ഈ ശസ്ത്രക്രിയ എപ്പോഴും എൻഡോസ്കോപ്പിക് ഡിസ്കെക്ടമി 100% വിജയകരമാവണമെന്നില്ല കമ്പയർഡ് ടു മൈക്രോ ലംബാർ ഡിസ്കെക്ടമി. പേഴ്സണലി ഐ ഫീൽ മൈക്രോ ലംബാർ ഡിസ്കെക്ടമി ഈസ് സുപ്പീരിയർ ദാൻ എൻഡോസ്കോപ്പിക് ഡിസ്കെക്ടമി. അതിൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. ഇതിൽ കൂടുതൽ ട്രെയിനിങ് ഇപ്പോൾ എൻഡോസ്കോപ്പിക് ഡിസ്ക് സർജറിയിൽ കൂടുതൽ ട്രെയിനിങ് കിട്ടിയ ഒരു ഡോക്ടറാണെങ്കിൽ ചിലപ്പോൾ നേരെ തിരിച്ചായിരിക്കും അഭിപ്രായം. ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഇന്ന് നമ്മുടെ ഇത്രയും നേരം നടുവേദനയും പരിഹാര മാർഗങ്ങളും എന്ന വിഷയത്തെപ്പറ്റി ഞങ്ങളോട് അറിവുകൾ പങ്കുവച്ചതിന് നന്ദി. അറ്റൻഷൻ പ്ലീസ് എന്ന ഡോക്ടേഴ്സ് ഇൻ്റർവ്യൂവിൽ നമ്മുടെ